ഓഫീസിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് കാർത്തിക് വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം വൈകിട്ട് 7 മണിയായിരുന്നു. കാർത്തിക് കാർ നിർത്തി വീടിൻ്റെ പടി കയറി. അകത്തേക്ക് കയറാനായി അവൻ ബെല്ലടിച്ചതും മുൻവശത്തെ വാതിൽ തുറക്കപ്പെട്ടു. ഗൗരി ആയിരിക്കും വാതിൽ തുറക്കുന്നത് എന്ന പ്രതീക്ഷയോടെ നിന്ന കാർത്തിക്കിന് മുന്നിലേക്ക് വന്നത് കല്യാണിയമ്മയായിരുന്നു. കല്യാണിയമ്മയെ കണ്ടതും കാർത്തിക്കിൻ്റെ മുഖത്ത് പെട്ടെന്നൊരു നിരാശ ഞെളിച്ചു. അവൻ്റെ കണ്ണുകൾ അറിയാതെ ചുറ്റും ഗൗരിയെ പരതി നോക്കി. ആ മോനെ വന്നോ? കല്യാണിയമ്മേ, അമ്മ കിടന്നോ? കാർത്തിക് ആകാംക്ഷയോടെ തിരക്കി. ഇല്ല മോനെ, ഇപ്പം മുറിയിലേക്ക് പോയേ ഉള്ളൂ. അത് കേട്ടതും കാർത്തിക് മറ്റൊന്നും ആലോചിക്കാതെ അടുത്ത ചോദ്യം ചോദിച്ചു. ഗൗരി ഗൗരി എവിടെ കല്യാണിയമ്മേ? അവൾ അടുക്കളയിലുണ്ട് മോനെ. അമ്മയ്ക്കുള്ള ഓട്സ് എടുക്കുകയാ. മോനെ, നിനക്ക് ചായ എടുക്കട്ടെ? ആ വേണം കല്യാണിയമ്മേ, ഞാനൊന്ന് ഫ്രഷായി വരട്ടെ. അതിനു മുമ്പ് അമ്മയെ ഒന്ന് കാണട്ടെ. അതും പറഞ്ഞ് കാർത്തിക് നേരെ ശാരദാമ്മയുടെ മുറിയിലേക്ക് നടന്നു. കല്യാണമ്മ പുഞ്ചിരിയോടെ അടുക്കളയിലേക്ക് തിരിച്ചു നടക്കുകയും ചെയ്തു. വാതിൽ തുറന്നകത്തേക്ക് കയറിയപ്പോൾ കട്ടിലിൽ ചാരിയിരിക്കുന്ന ശാരദാമ്മയെയാണ് അവൻ കണ്ടത്. അവൻ്റെ കാൽപ്പെരുമാറ്റം കേട്ട് ശാരദാമ്മ മുഖമുയർത്തി നോക്കി. ആ മുഖത്ത് വാത്സല്യം തുളുമ്പി നിൽക്കുന്ന ഒരു പുഞ്ചിരി വിടർന്നു. മുൻ വന്നോ? ശാരദാമ്മ സ്നേഹത്തോടെ വിളിച്ചു. കാർത്തിക് വേഗത്തിൽ അമ്മയുടെ അരികിലേക്ക് ചെന്ന് കട്ടിലിൻ്റെ അരികിലിരുന്നു. അവരുടെ കൈകൾ തൻ്റെ കൈകളിലേക്ക് എടുത്തു പിടിച്ചുകൊണ്ട് അവൻ സ്നേഹത്തോടെ ചോദിച്ചു. അമ്മേ, ഇന്ന് ശരീരത്തിന് വല്ല അസ്വസ്ഥതയും ഉണ്ടായിരുന്നോ? ഇല്ല മോനെ, അമ്മയ്ക്കൊരു കുഴപ്പവുമില്ല. പിന്നെ ഈ വയസ്സായ കാലത്ത് കിടപ്പും എഴുന്നേൽപ്പുമൊക്കെ തന്നെയല്ലേ പണി? നീ ഓഫീസിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചല്ലേ വരുന്നത്? വല്ലതും കഴിച്ചോ? ഇല്ല, ആദ്യം ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് കഴിക്കാം അമ്മേ. മോനെ, അവൾ ഇന്ന് നല്ല സന്തോഷത്തിലായിരുന്നു. കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ആ സന്തോഷം കൊണ്ട് അവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. ശാരദാമ്മ അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിലും വാക്കുകളിലും അളവറ്റ വാത്സല്യം തുളുമ്പി നിൽപ്പുണ്ടായിരുന്നു. ശാരദാമ്മ ഗൗരിയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ കാർത്തികിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അലയടിച്ചു. അവൾ ഇത്രയധികം ഹാപ്പിയാണ് എന്നറിഞ്ഞപ്പോൾ അത് അവൻ്റെയും മനസ്സ് നിറച്ചു. അമ്മയുടെ മുഖത്തെ ആ സന്തോഷവും ഗൗരിയുടെ ആഹ്ലാദവുമെല്ലാം ഒരേപോലെ അവനിലും ഒരു ഉന്മേഷം പകർന്നു നൽകി. മനസ്സിലെ ആ സന്തോഷം മുഖത്ത് പ്രകടമാക്കിക്കൊണ്ട് കാർത്തിക് അമ്മയോട് പറഞ്ഞു. അമ്മേ, കോളേജിൽ അഡ്മിഷൻ കിട്ടിയ വിവരം അറിഞ്ഞപ്പോൾ അവൾ ആകെ സർപ്രൈസ് ആയിപ്പോയി. എന്നോട് വന്ന് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അത് കേട്ടതും ശാരദാമ്മയുടെ മുഖത്ത് ചെറു ചിരി വിരിഞ്ഞു. മോനെ, അവൾ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ വീട്ടിലേക്ക് ആ കൊച്ചു പെൺകുട്ടി കടന്നു വന്നത് വെറുതെയല്ല. നഷ്ടപ്പെട്ടു പോയ അവളുടെ ചിരിയും സന്തോഷവുമൊക്കെ നീയാണ് തിരിച്ചു നൽകിയത്. അതുകൊണ്ട് ഒരു കാരണവശാലും നീ അവളെ കൈവിട്ടു പോകരുതേ. ഒരിക്കലും അവളെ സങ്കടപ്പെടുത്തുകയും ചെയ്യരുതേ. അവളുടെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത ഒത്തിരി സന്തോഷങ്ങളും അവൾ ആഗ്രഹിച്ച സ്വപ്നങ്ങളുമൊക്കെ നീയാണ് ഇനി നേടി നൽകേണ്ടത്. അവളുടെ എല്ലാ വിഷമങ്ങളിലും താങ്ങായി ഒരു നിഴൽ പോലെ നീ കൂടെ ഉണ്ടാകണം. നാളെ ഈ അമ്മ കണ്ണടച്ചു കഴിഞ്ഞാലും എൻ്റെ മോൻ്റെ കൂടെ അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിന്റെ സ്നേഹത്തിൻ്റെ തണലിൽ അവൾക്കൊരു കുറവും വരില്ലെന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പാണ്. ശാരദാമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ കാർത്തികിൻ്റെ കണ്ണൊന്ന് നനഞ്ഞു. അമ്മ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തിനാ? അമ്മയൊന്നുമില്ലാതെ എനിക്കൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഗൗരി, അവൾ ഈ വീട്ടിലേക്ക് വന്നത് മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. അമ്മ പറഞ്ഞ പോലെ അവളുടെ മുഖത്തെ ആ ചിരി മായാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവൾക്ക് ഇതുവരെ കിട്ടാത്ത എല്ലാ സന്തോഷങ്ങളും സ്വപ്നങ്ങളും ഞാൻ തന്നെ സാധിച്ചു കൊടുക്കും. എൻ്റെ അവസാന ശ്വാസം വരെ അവളെ എന്ന പോലെ തന്നെ എൻ്റെ ഈ അമ്മയെയും ഒരു നോവ് പോലും ഏൽപ്പിക്കാതെ ഞാൻ കാത്തു സംരക്ഷിക്കും. നിങ്ങൾ രണ്ടുപേരുമാണ് എൻ്റെ ലോകം തന്നെ. അതുകൊണ്ട് അത്തരം വിഷമങ്ങളൊന്നും അമ്മ മനസ്സിലേക്ക് എടുക്കലേ. അതും പറഞ്ഞ് കാർത്തിക് അമ്മയുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി താഴേക്ക് നോക്കി അവൻ മനസ്സിൽ ചിന്തിച്ചു. ദൈവമേ, എനിക്ക് എന്തേ പറ്റുന്നത്? ഈ അമ്മയും എന്നെ വിട്ട് എപ്പോഴെങ്കിലും? ഇല്ല, എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. ഒപ്പം ഗൗരി, ആ പെൺകുട്ടിയെ എനിക്ക് എപ്പോഴെങ്കിലും നഷ്ടപ്പെടുത്തി കളയല്ലേ. ഒരു കരാർ വിവാഹമായി ഈ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ് അവളെ. കുറച്ചു കാലത്തിന് ശേഷം പിരിഞ്ഞു പോകേണ്ടവൾ. പക്ഷേ
ഞാൻ പോലും അറിയാതെ അവൾ എൻ്റെ മനസ്സിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ദിവസങ്ങൾ കഴിയുന്തോറും അവൾ എന്നിൽ എത്രമാത്രം ആഴത്തിൽ അലിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ വിവാഹമൊക്കെ വെറുമൊരു പേരിന് മാത്രമാണെന്നറിഞ്ഞിട്ടും ഒരു കരാറിൻ്റെ പുറത്താണ് അവൾ എൻ്റെ അരികിൽ നിൽക്കുന്നതെന്ന് ഓർമ്മയുണ്ടെങ്കിലും എനിക്കെന്തോ അവളെ എന്നേക്കുമായി നഷ്ടപ്പെടുത്താൻ തോന്നുന്നില്ല. അവളെ ഒരിടത്തും വിട്ടു നൽകാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതൊരു വലിയ പാപമാണെങ്കിൽ പോലും അവൾ എൻ്റേത് മാത്രമായി ഈ കൂടെയുണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അവൻ്റെ മനസ്സിലെ ആ വലിയ കൊടുങ്കാറ്റ് പുറത്തു കാണിക്കാതെ അവൻ പതിഞ്ഞ സ്വരത്തിൽ അമ്മയോട് വീണ്ടും സംസാരിച്ചു തുടങ്ങി. എന്നാൽ ആ നെഞ്ചിലെ ആഴങ്ങളിൽ ഗൗരിയെക്കുറിച്ചുള്ള ഭയവും അലതല്ലുന്ന സ്നേഹവും ഒരു അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും കാർത്തിക് മുകളിലേക്ക് ഫ്രഷ് ആവാൻ പോയി. റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും അവൻ്റെ മനസ്സിൽ വീണ്ടും ഗൗരിയോടുള്ള പ്രണയം തുളുമ്പി. അവൻ ബെഡിൽ വെച്ചിരുന്ന ടവൽ എടുത്തു. ഈ പെണ്ണിതുവരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് ബെല്ലടിച്ചത് അവൾ കേട്ടില്ലേ? അതോ ഞാൻ വന്ന വിവരം അവൾ അറിഞ്ഞില്ലേ ആവോ? മനസ്സിൽ ആ ചെറിയ പരാതിയും ഒപ്പം അവളെ കാണാനുള്ള അടങ്ങാത്ത തുടിപ്പും ഒക്കെയായി അവൻ വാഷ്റൂമിലേക്ക് നടന്നു. അയ്യോ മോളെ, ഇതെന്തേ കാണിച്ചേ? അടുക്കളയിൽ നിന്ന് കല്യാണിയമ്മയുടെ ആ ഞെട്ടിയുള്ള ശബ്ദം കേട്ടാണ് കാർത്തിക് മുകളിലെ മുറിയിൽ നിന്ന് ഫ്രഷായി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ആ ശബ്ദത്തിലെ നെട്ടിൽ അവൻ്റെ നെഞ്ചിടിപ്പ് ഒറ്റ നിമിഷം കൊണ്ട് നിശ്ചലമാക്കി. കുളി കഴിഞ്ഞ് ഈർപ്പമുള്ള മുടിയുമായി നിന്ന അവൻ ആദിയോടെ പടിയിലൂടെ താഴേക്കോടി. അടുക്കളയിലേക്ക് എത്തിയ കാർത്തിക് ആ കാഴ്ച കണ്ട് അവിടെ തന്നെ ഒരു നിമിഷം നിന്നു. ചോരയിൽ കുതിർന്ന കൈയുമായി നിൽക്കുന്ന ഗൗരി ആപ്പിൾ മുറിച്ചു കൊണ്ടിരിക്കുന്ന ആ ചെറിയ കത്തി തട്ടി അവളുടെ കൈത്തണ്ടയിൽ ആഴത്തിൽ മുറിഞ്ഞിരുന്നു. വിരലുകളിലൂടെയും കൈത്തണ്ടയിലൂടെയും ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട കാർത്തികിൻ്റെ കണ്ണ് തള്ളിപ്പോയി. നെഞ്ചിൽ ആരോ ആന കുത്തിയതുപോലെ അവന് ശ്വാസം കിട്ടാതെ വന്നു. കല്യാണിയമ്മേ, എന്താ പറ്റിയേ? ഗൗരി ശ്വാസം നിലക്കുന്ന ഭയത്തോടെ കാർത്തിക് അവൾക്കരികിലേക്ക് ഓടിയെത്തി. നിൽക്കാതെ വരുന്ന ചോര കണ്ട് കല്യാണിയമ്മയും പേടിച്ചുപോയി. മോനെ, അവൾ അവൾ ആപ്പിൾ മുറിച്ചതാ. അറിയാതെ കൈയൊന്ന് തെന്നി കത്തി കൈയിൽ കൊണ്ട് ആഴത്തിൽ മുറിഞ്ഞു. ചോര നിൽക്കുന്നില്ല. നോക്കിക്കേ. ഗൗരിക്ക് കാർത്തിക്കിൻ്റെ ഈ വെപ്രാളവും ആകുലതയും കണ്ട് അവനോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി. അവൻ തൻ്റെ മുറിവിൽ കൈവച്ച് അതിനെ ഒരു ടവൽ കൊണ്ട് മുറുക്കി കെട്ടുമ്പോൾ അവളുടെ വേദന കുറയുന്നത് പോലെ അവൾക്ക് തോന്നി. സാരമില്ല കാർത്തികേട്ടാ, പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ മുറിവല്ലേ ഉള്ളൂ. അവൾ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ വാക്കുകൾ പൂർത്തിയാക്കും മുൻപേ ഗൗരിയുടെ കണ്ണുകൾ ഇരുളാൻ തുടങ്ങി. അവൾ തളർന്നു താഴേക്ക് വീഴാൻ പോയി. അവൾ നിലം തൊടും മുൻപേ അവളെ തൻ്റെ ശക്തമായ കൈകളിലേക്ക് കോരിയെടുത്തു.